ഈ രാമായണ മാസത്തിലെ ദശപുഷ്പങ്ങളിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന രാമായണ മാസത്തിലാണ് ഈ ദശപുഷ്പങ്ങളൊക്കെ കൂടുതൽ നമ്മൾ അതിനൊക്കെ ഒരു പ്രാധാന്യം കിട്ടുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് കേട്ടോ, ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മുക്കൂറ്റി. ഈ മുക്കൂറ്റിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ മൂകാംബിക കാച്ചിയ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരു ആൾക്കാർക്കും ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർക്കും വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ കാച്ചിയ എണ്ണ ഉപയോഗിക്കുന്നത്. ഇതൊരു മരുന്നോ ഒന്നുമല്ല, നമ്മുടെ മുടിയുടെ ഇതിനും നമ്മുടെ കണ്ണിനും എല്ലാം നമുക്ക് ഒത്തിരി ഹെൽത്താണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് നേരം മൊബൈൽ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിലും കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിലും ഒക്കെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ശരിക്കും ഒരു പരിധിവരെ ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ നല്ല മുടി ഉണ്ടായിട്ട് കൊഴിഞ്ഞ് ശ്രദ്ധിക്കാണ്ട് ഓയിലൊന്നും പറ്റാണ്ട് കൊഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയണത്. പിന്നെ എപ്പോഴും തലയിൽ സോപ്പോ പിന്നെ ഷാമ്പോ ഇട്ട് തല കഴുകണമെന്നുമില്ല. നമ്മുടെ ഓയിൽ ഉപയോഗിച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. മുടി ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അത് നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മളോട് പറയും, ചേച്ചി പിന്നെ അങ്ങനെ സാധാരണ ഓയിൽ പോലെ ഇങ്ങനെ മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഈ ഉലുവ പിന്നെ കറ്റാർവാഴയൊക്കെ നമ്മൾ നല്ലോണം ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാമായണ മാസത്തിലെ പുണ്യമാണ്, അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മുക്കൂറ്റി. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക ഹെയർ ഓയിലിൻ്റെ വിശേഷങ്ങൾ മരട് നെട്ടൂരിൽ നിന്ന്. ഓക്കെ.